Hallo, schönen guten Morgen. Am I audible, Arshad? Yeah, guten Morgen. Yeah. Okay, so let's start with today's session. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓൾ ടോപ്പിക്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിവിഷൻ ആണ്. നമുക്ക് എല്ലാ ടോപ്പിക്സും എന്തൊക്കെ നമ്മൾ പഠിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. ഫോർ ദാറ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ എല്ലാ നോട്ട്സും ഒന്ന് കയ്യിൽ വെക്കുക. ഓക്കെ? Okay. ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട്. A2 നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക് ആയിരുന്നു ഫെസ്റ്റർ പ്രപ്പോസിറ്റ്യൂണൽ, ദാറ്റ് ഇസ് ടൈം റിലേറ്റഡ് പ്രപ്പോസിഷൻസ്. നമ്മൾ ടൈം, ഡേ, മന്ത്, ഇയർ ഇതൊക്കെ പറയാൻ ഏതൊക്കെ പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവിടെ നോക്കിയിരുന്നത്. നമ്മൾ അവിടെ പ്രപ്പോസിഷൻ ആയിട്ട് അമ്മ പഠിച്ചു, ഇം, ഇൻ, പിന്നെ ഫോൺ, ബസ്, അബ്, ഇങ്ങനെ കുറച്ച് പ്രപ്പോസിഷൻസ് പഠിച്ചു. ഇനി അത് ഏതിൻ്റെയൊക്കെ കൂടെയാണ് ഏത് സമയത്താണ് യൂസ് ചെയ്യുക എന്നുള്ളതെല്ലാം ഫെസ്റ്റർ പ്രപ്പോസിറ്റ്യൂണൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ നോക്കി. രണ്ടാമത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിട്ടുള്ള കാര്യമാണ് ഡാറ്റീവ്. ഡാറ്റീവ് ഇസ് ആ തേർഡ് കേസ് ഇൻ ജർമ്മൻ അല്ലെ. എന്തായിരുന്നു ഡാറ്റീവ് എന്ന് വെച്ചാൽ? വാട്ട് വാസ് ഡാറ്റീവ്? Indirect subject. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന സെന്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റീവ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏത് ക്വസ്റ്റ്യനാ ചോദിക്കുക ഡാറ്റീവ് ഒബ്ജക്റ്റിനെ കണ്ടെത്താൻ? To ടു അല്ലെങ്കിൽ ഫോർ ഹോം, ദാറ്റ് ഇസ് വെയിം എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മൾ പറഞ്ഞിരുന്നു 90% മോസ്റ്റ്ലി ഡാറ്റീവ് എന്തായിരിക്കും? ഒരു പേഴ്സൺ ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് സെന്റൻസിലെ ഡാറ്റീവ് ഒബ്ജക്റ്റ് കണ്ടെത്തുക എന്നുള്ളതാ. എങ്ങനെയായിരുന്നു? dative verbs ഉണ്ടെങ്കിൽ അത് dative ആവും. Dative, by looking at the dative verb and dative preposition, we can find out dative object in a sentence. Dative verb ആയിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് ഓഫ് verb പഠിച്ചു. അവിടെ വരുന്ന റോൾ എന്തായിരുന്നു? ഈ വെബിന് ശേഷം വന്ന എല്ലാം dative ആവും. ഈ വേർബിന് ശേഷം വരുന്ന ഒബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും എന്നുള്ള പഠിച്ചു. പിന്നെ നമ്മൾ ഡാറ്റീവ് പ്രപ്പോസിറ്റ്യൂണൽ നോക്കി. ഏതൊക്കെയായിരുന്നു ഡാറ്റീവ് പ്രപ്പോസിറ്റ്യൂണൽസ്? യൂബർ ആൻഡ് ഇൻ അതാണോ? ഡാറ്റീവ് പ്രപ്പോസിഷൻസ് ഏതൊക്കെയായിരുന്നു? മിത്ന, ഫോൺ, സൂ അതല്ലേ? Completed. Yeah, completed. With, knock, phone. സൂ, ഫോൺ, auf. Yeah, mit, phone, sein, zu, nach, aus, bei, gegenüber, außer. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡാറ്റീവ് പ്രപ്പോസിഷൻ. ഡാറ്റീവ് പ്രപ്പോസിഷൻ വരുമ്പോഴുള്ള റൂൾ എന്തായിരുന്നു? അതിനുശേഷമുള്ളത് dative ആയി മാറും. അതിനുശേഷം വരുന്ന ഒബ്ജക്റ്റ് ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ഇനി ആർട്ടിക്കിൾ ചേഞ്ച് ഏതൊക്കെ ജെൻഡറിലാണ് ഡാറ്റീവിൽ വരുന്നത്? എന്താണ് മനസ്സിലായില്ല? ആർട്ടിക്കിൾ ചേഞ്ച് ഏതൊക്കെ ജെൻഡറിലാണ് ഡാറ്റീവിൽ വരുന്നത്? എല്ലാത്തിലും വരുന്നുണ്ട്. എല്ലാത്തിലും വരും. മാസ്കുലിനിൽ ദേർ എന്നുള്ളത് എന്താവും? dem ആയി മാറും. അയിൻ എന്നുള്ളത് എന്താവും? ആയിനം. അതുപോലെ തന്നെ നോയ്ത്രൂമില് ദാസ് എന്നുള്ളത് എന്താവും? dem ആയി മാറും. അയിൻ എന്നുള്ളത് എന്താവും? ആയിനമായി മാറും. ഫെമിനൈനില് ദി എന്നുള്ളത് എന്താവും? der ആയി മാറും. അയിന എന്നുള്ളത് എന്താവും? einer ആയി മാറും. അതുപോലെ തന്നെ നമ്മുടെ പ്ലൂരലില് ദി എന്നുള്ളത് എന്താവും? den ആയി മാറും.
ഇത്ര കാര്യങ്ങളാണ് ആർട്ടിക്കിൾ ചേഞ്ച് ആൻഡ് ഡാറ്റീവിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത്. പിന്നെ നമ്മൾ നോക്കിയ കാര്യമാണ് പെസോണാൽ പ്രോനോമൻ ആൻഡ് പൊസസീവ് പ്രോനോമൻ ഇൻ ഡാറ്റീവ്. ഡാറ്റീവിൽ എങ്ങനെയാണ് പെസോണാൽ പ്രോനോമൻ വരുന്നത്? മിഷ് എന്നുള്ളത് എന്തായിട്ട് മാറും? മിയായി മിയർ ആയി മാറും. പിന്നെ ദിയർ, ഈം, ഇയർ, ഈം, ഉൻസ്, ഓയിഷ്, ഈനൻ, ഈനൻ, ഈ രീതിയിൽ നമ്മുടെ ഡാറ്റീവ് പെസോണാൽ പ്രോനോമൻ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പൊസസീവ് പ്രോനോമൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ് കാണിക്കുന്ന പ്രോനൗൺസ് ആണ് പൊസസീവ് പ്രോനോമൻ. അത് ഡാറ്റീവിൽ വരുമ്പോ എങ്ങനെയൊക്കെയാ വരിക എന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയ ടോപ്പിക്കാണ് വാസ് വെയിം റെഗാൽ. എപ്പോഴാണ് നമ്മൾ വാസ് വെയിം റെഗാൽ യൂസ് ചെയ്യുന്നത്? അതിനു മുമ്പ് ഡാറ്റീവ് വേർബ്സ് അങ്ങനെയൊന്നും വരാതിരുന്നാൽ ഇത് യൂസ് ചെയ്യും. പ്രപ്പോസിഷൻ ഇല്ലാതെ ഒരു സെന്റൻസിൽ രണ്ട് ഒബ്ജക്റ്റ് വന്നാൽ, പ്രപ്പോസിഷൻ ഇല്ലാതെ ഒരു സെന്റൻസിൽ രണ്ട് ഒബ്ജക്റ്റ് വന്നാൽ അവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? വാസ് വെയിം റെഗാൽ അപ്ലൈ ചെയ്യണം. വാസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് എന്ത് ഒബ്ജക്റ്റ് ആയിരിക്കും? അക്വസേറ്റീവ് ആയിരിക്കും. ആൻഡ് വെയിം എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് ഡാറ്റീവ്. ഡാറ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയതാണ് വെക്സൽ പ്രപ്പോസിറ്റ്യൂണൻ. എന്തായിരുന്നു വെക്സൽ പ്രപ്പോസിഷന്റെ പ്രത്യേകത? സ്വയം ചെയ്യുന്നത്, മൈസെൽഫ് അങ്ങനെയല്ല. നോ, വെക്സൽ പ്രപ്പോസിറ്റ്യൂണൻ. നോട്ട് ഓപ്പൺ ചെയ്യൂ. യെസ്, എന്തായിരുന്നു വെക്സൽ പ്രപ്പോസിറ്റ്യൂണൻ? ടു വേ പ്രപ്പോസിഷൻസ് അല്ലെങ്കിൽ ചേഞ്ചിങ് പ്രപ്പോസിഷനെ ആയിരുന്നു നമ്മൾ വെക്സൽ പ്രപ്പോസിറ്റ്യൂണൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? ഇറ്റ് ക്യാൻ ബി ബോത്ത് ഡാറ്റീവ് ആൻഡ് അക്യൂസാറ്റീവ് എന്ന് പറഞ്ഞു നമ്മൾ. ഇത് നമ്മൾ പൊതുവെ വെക്സൽ പ്രപ്പോസിറ്റ്യൂണൻ യൂസ് ചെയ്യുന്നത് ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെക്സൽ പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. എപ്പോഴാണ് വെക്സൽ പ്രപ്പോസിഷൻ അക്യൂസാറ്റീവ് ആവുന്നത്? മൂവ്മെന്റ് ഉണ്ടാവുമ്പോ മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ ഇറ്റ് വിൽ ബി അക്യൂസാറ്റീവ്, ആൻഡ് ഇഫ് ദർ ഇസ് നോ മൂവ്മെന്റ് ഇറ്റ് വിൽ ബി ഡാറ്റീവ്. ഏതൊക്കെയായിരുന്നു നമ്മുടെ വെക്സൽ പ്രപ്പോസിറ്റ്യൂണൻ? über, auf, in, zwischen, unter, vor, hinter, neben. über, auf, in, zwischen, unter, vor, hinter and neben. ഇതൊക്കെയാണ് നമ്മുടെ വെക്സൽ പ്രപ്പോസിറ്റ്യൂണൻ വരുന്നത്. വെക്സൽ പ്രപ്പോസിഷനിൽ ചില വേർബ്സ് ഉണ്ട്, ഓൾവേസ് ഇറ്റ് വിൽ ടേക്ക് അക്യൂസാറ്റീവ്. ഏതൊക്കെയായിരുന്നു? സ്റ്റെല്ലൻ അക്യൂസേറ്റീവ്, ലേഗൻ, സെറ്റ്സൻ ഇതെല്ലാം അക്യൂസേറ്റീവ്. ഡാറ്റീവ് സ്റ്റേഹൻ, ലീഗൻ, സിറ്റ്സൻ. പിന്നെ നമ്മൾ നോക്കിയതാണ് ഇമ്പറാറ്റീവ്. ഇമ്പറാറ്റീവ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇമ്പറാറ്റീവ് സാച്ച് എന്തിനാ യൂസ് ചെയ്യുന്നത്? രണ്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്യും. No, that is connectors. ഇമ്പറാറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കമാൻഡ്, റിക്വസ്റ്റ്, ഇൻവിറ്റേഷൻ ഒക്കെ കൊടുക്കാനാണ്. ഇമ്പറാറ്റീവ് നമ്മൾ പറഞ്ഞു നമ്മൾ പ്രസന്റ് ടെൻസിൽ സെക്കൻഡ് പേഴ്സണിനെ ഡിനോട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് ജർമ്മനിൽ 3 ടൈപ്പ് ഓഫ് യു ഉണ്ട്. ദൂ, സി, ഇയറിന്റെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇമ്പറാറ്റീവ് ബിൽഡ് ചെയ്യുന്നത്. ഇമ്പറാറ്റീവ് നമ്മൾ ബേസിക്കലി ആരോടെങ്കിലും ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഇമ്പറാറ്റീവിൽ ഒരിക്കലും നമുക്ക് മൊഡാൽ വെർബ് യൂസ് ചെയ്യാൻ പറ്റില്ല. വെർബിന്റെ പൊസിഷൻ will be always in first position in imperative സാറ്റ്സ് എന്നുള്ള പറഞ്ഞു. ഡു, സി, ഇയറിന്റെ കൂടെയാണ് ഇമ്പറാറ്റീവ് ബിൽഡ് ചെയ്യുന്നത്. ഡൂടെ കൂടെ ബിൽഡ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് വേണോ? വേണ്ട. വെർബ് എൻഡിങ് വേണോ? വേണ്ട. സിയുടെ കൂടെ ബിൽഡ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് വേണോ? വേണം. വെർബ് എൻഡിങ് വേണോ? രണ്ടും വേണം. പിന്നെ ഇയറിന്റെ കൂടെ ബിൽഡ് ചെയ്യുമ്പോഴോ? സബ്ജക്റ്റ് വേണ്ട, വെർബ് എൻഡിങ് വേണം. സബ്ജക്റ്റ് വേണ്ട, വെർബ് എൻഡിങ് മാത്രം മതി. ഇത്ര കാര്യങ്ങളാണ് ഇമ്പറാറ്റീവിൽ വരുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് വെൽഷ നമ്മൾ നോക്കി. വെൽഷ നമ്മൾ പറഞ്ഞു വേഫ്രാഗവ്യോട്ടർ ആണ്. അത് ബെസുന്തര വേഫ്രാഗവ്യോട്ടറിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക്
വെൽഷയുടെ കൂടെ ഒബ്ജക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും, ഒരു നൗൺ ആഡ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ സിംഗിൾ പൊസിഷൻ ആയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത് എന്നുള്ള പറഞ്ഞു. ഈ നൗൺ ആഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ വെൽഷ എന്നുള്ളതിന് എൻഡിങ് വരുന്നുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദി കേസ് ആൻഡ് ജെൻഡർ. ഇപ്പൊ നോമിനാറ്റീവ്, അക്യുസാറ്റീവ്, ഡാറ്റീവ് മൂന്നിലും വെൽഷ എങ്ങനെയൊക്കെയാ വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത മെയിൻ ടോപ്പിക് ആണ് കണക്ടേഴ്സ്. കണക്ടേഴ്സ് നമ്മൾ 3 ടൈപ്പ് ഓഫ് കണക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? Besondere Konnektoren, keine Konnektoren, null Position Konnektoren. Normale Konnektoren oder null Position Konnektoren, besondere Konnektoren, keine Konnektoren. ഫസ്റ്റ് നമ്മൾ നൊമാല കണക്ടോറൻ ഡിസ്കസ് ചെയ്തു. നമ്മൾ പറഞ്ഞു 5 നൊമാല കണക്ടോറൻ ആണുള്ളതെന്ന്. ഏതൊക്കെയായിരുന്നു? Aber, das, dann, അല്ലേ? Und, oder, aber, den, sondern. ഇതാണ് നമ്മുടെ 5 നൊമാല കണക്ടോറൻ. നൊമാല കണക്ടോറൻ നമ്മൾ പറഞ്ഞു അത് നമ്മൾ പൊസിഷൻ കൗണ്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ സെക്കൻഡ് സെന്റൻസിൽ ചേഞ്ചസ് ഒന്നും വരില്ല. ആസ് ഇറ്റ് ഈസ് നമ്മൾ എഴുതുന്നുള്ള പറഞ്ഞു. ആൻഡ് അതുകൊണ്ട് തന്നെ ദാറ്റ്സ് ഇറ്റ്. സെക്കൻഡ് സെന്റൻസിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ആസ് ഇറ്റ് ഈസ് നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുപോകും. അതാണ് നൊമാല കണക്ടോറിന്റെ പ്രത്യേകത. പിന്നെ നമ്മൾ നോക്കിയത് ബെസുന്തര കണക്ടോറൻ ആണ്. നമ്മൾ ഒരു ലിസ്റ്റ് ഓഫ് കണക്ടേഴ്സ് ബെസുന്തര കണക്ടോറിൽ ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ പറഞ്ഞു സെക്കൻഡ് സെന്റൻസിൽ ചേഞ്ച് വരും. എന്താണ് സെക്കൻഡ് സെന്റൻസിൽ വരുന്ന ചേഞ്ച്? എൻഡിങ്ങിലേക്ക് പോകും. എന്തായിരുന്നു? എൻഡിങ്ങിലേക്ക് പോകും. ക്ലിയർ ആയില്ല. ഇൻഫിനിറ്റീവ് ഫോമിൽ, കോൺജുഗേഷൻ ഫോമിൽ ലാസ്റ്റിലേക്ക് പോകും. സെക്കൻഡ് പൊസിഷൻ, സെക്കൻഡ് സെന്റൻസിൽ സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കേണ്ട വേർബ് നമ്മൾ എൻഡിലേക്ക് കൊണ്ടുപോകും കോൺജുഗേറ്റഡ് ഫോമിൽ, അല്ലെ? അതാണ് ബെസുന്തര കണക്ടോറിന്റെ പ്രത്യേകത കാരണം. പിന്നെ നമ്മൾ പറഞ്ഞു വേവ് ഫ്രാഗ വ്യോർട്ടേഴ്സിനും ബെസുന്തര കണക്ടോറിന്റെ സെയിം റൂൾ ആണ്. ദാറ്റ് ഈസ് നമ്മൾ ഈ സെയിം റൂൾ അപ്ലൈ ചെയ്യും. വേവ് ഫ്രാഗ വ്യോർട്ടർ നമ്മൾ കണക്ടറായി യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കേണ്ട വേർബ് എൻഡിലോട്ട് കോൺജുഗേറ്റഡ് ഫോമിൽ പോകും. പിന്നെ നമ്മൾ കൈന കണക്ടോറൻ ഡിസ്കസ് ചെയ്തു. കൈന കണക്ടോറനും നമ്മൾ ഒരു ലിസ്റ്റ് ഓഫ് കണക്ടേഴ്സ് ഡിസ്കസ് ചെയ്തു. നമ്മൾ പറഞ്ഞു ആക്ച്വലി അവർ കണക്ടേഴ്സ് അല്ല, ബട്ട് ദേ ലുക്ക് ലൈക്ക് കണക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ കണക്ടേഴ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ പൊസിഷൻ നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് വെച്ചൊരു സെന്റൻസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ വേർബിന്റെ പൊസിഷൻ ഷുഡ് ബി ഓൾവേസ് ഇൻ സെക്കൻഡ് പൊസിഷൻ. ആൻഡ് കൈന കണക്ടോറിന്റെ പൊസിഷൻ എവിടെയായിരിക്കണം? ഫസ്റ്റ് ഓർ തേർഡ് പൊസിഷൻ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി കൈന കണക്ടോറിൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പെർസണൽ പ്രോണോമൻ അല്ലെങ്കിൽ റിഫ്ലെക്സീവ് പ്രോണോമൻ വന്നാൽ അതിന്റെ പൊസിഷൻ തേർഡ് പൊസിഷനിലും ആൻഡ് കൈന കണക്ടോറിൻ പൊസിഷൻ ഫസ്റ്റ് അല്ലെങ്കിൽ ഫോർത്ത് പൊസിഷനിലോ വരണം. ഇത്ര കാര്യങ്ങളാണ് കൈന കണക്ടോറിൻ എന്നുള്ള ടോപ്പിക്കിൽ നോക്കിയത്. പിന്നെ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? മൊഡാൽ വെർബൻ ഇൻ പ്രറ്റേരിറ്റും. മൊഡാൽ വെർബിന്റെ പ്രറ്റേരിറ്റും ഫോം നോക്കി. ദാറ്റ് ഈസ് ക്യൊണ്ണൻ എന്നുള്ളതിന്റെ പ്രറ്റേരിറ്റും ഫോം എന്തായിരുന്നു? കൊണ്ടൻ. സൊള്ളൻ എന്നുള്ളതിന് സോൾട്ടൻ. വൊള്ളൻ എന്നുള്ളതിന് വോൾട്ടൻ. മ്യോസ്റ്റൻ എന്നുള്ളതിന് വോൾട്ടൻ. ഡ്യൂഫൻ എന്നുള്ളതിന് ഡൂഫ്റ്റൻ. മിസൻ എന്നുള്ളതിന് മുസ്റ്റൻ ആൻഡ് മ്യോഗൻ എന്നുള്ളതിന് മോക്ടൻ. ഈ ഒരു രീതിയിൽ മൊഡാൽ വെർബിന്റെ പ്രറ്റേരിറ്റും നമ്മൾ പറഞ്ഞു. ഇത് പ്രറ്റേരിറ്റും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് മെയിൻ വെർബ് ഇൻഫിനിറ്റീവ് ഫോമിൽ എൻഡിൽ പോകും. പ്രറ്റേരിറ്റീവ് ഫോം ഓഫ് മൊഡാൽ വെർബ് സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യും. കാര്യങ്ങളാണ് അവിടെ നോക്കിയത്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയ ടോപ്പിക്കാണ് അഡ്ജക്റ്റീവ് എൻഡിങ്. എപ്പോഴാണ് അഡ്ജക്റ്റീവിന് എൻഡിങ് കൊടുക്കേണ്ടത്? അഡ്ജക്റ്റീവിന് എപ്പോഴാണ് എൻഡിങ് വേണ്ടത്? ദിസ് വരുമ്പോഴും അയിന് വരുമ്പോഴും കൈന് വരും, അതല്ലേ? ഓക്കെ, അത് ആണ്. പക്ഷെ അഡ്ജക്റ്റീവിന് നമ്മൾ എപ്പോഴാണ് എൻഡിങ് കൊടുക്കേണ്ടത്? അഡ്ജക്റ്റീവിന് ശേഷം ഒരു നോൺ ഉണ്ടെങ്കിൽ. അഡ്ജക്റ്റീവിന് ശേഷം ഒരു നൗൺ വന്നാൽ അഡ്ജക്റ്റീവിന് നമ്മൾ എൻഡിങ് കൊടുക്കണം. ഈ എൻഡിങ് കൊടുക്കുന്നതിന് നമ്മൾ 3 ടേബിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സ്മിത്ത് ബെസ്റ്റിംപ്റ്റൻ ആർട്ടിക്കിൾ, ദാറ്റ് ഇസ് ദസിന്റെ കൂടെ അഡ്ജക്റ്റീവ് വന്നാൽ ഏത് എൻഡിങ് ആണെന്നുള്ളത് നമ്മൾ ഒരു ടേബിളിൽ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് വൺ സ്മിത്ത് ഉൺബെസ്റ്റിംപ്റ്റ് ആർട്ടിക്കിൾ പൊസസീവ് പ്രോനോമൻ കൈൻ എന്നുള്ളതിന്റെ കൂടെ എങ്ങനെയാണ്
നമ്മൾ എൻഡിങ് കൊടുക്കുക എന്നുള്ളത് നോക്കി. തേർഡ് വൺ ഓൺ ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ അഡ്ജക്റ്റീവ് എൻഡിങ് വരും എന്നുള്ളത് നോക്കി. ഇങ്ങനെ 3 ചാർട്ടായിട്ടാണ് നമ്മൾ അഡ്ജക്റ്റീവ് എൻഡിങ് എന്നുള്ള ടോപ്പിക് നോക്കി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ ടോപ്പിക്കാണ് ഗെനിറ്റീവ്. ഗെനിറ്റീവ് നമ്മൾ പറഞ്ഞു ഒരു പൊസിഷൻ അല്ലെങ്കിൽ ബിലോങ്ങിങ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കേസാണിത് ഗെനിറ്റീവ്. ഇംഗ്ലീഷിലെ അപ്പോസ്ട്രോഫി എസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗെനിറ്റീവ് ജർമ്മനിൽ യൂസ് ചെയ്യുന്നത്. ഗെനിറ്റീവ് ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചു. മാസ്കുലിനിൽ ES വരും, ഫെമിനിനിൽ ER വരും, ES വരും, പ്ലൂറലിൽ ER വരും. പിന്നെ ഗെനിറ്റീവിൽ ഒരു ഇമ്പോർട്ടന്റ് റൂള് പറഞ്ഞിരുന്നു. നമ്മൾ ഗെനിറ്റീവ് മാസ്കുലിൻ അല്ലെങ്കിൽ ന്യൂട്രൽ നൗണിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ നൗണിന് ശേഷം അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ES നമ്മൾ ആഡ് ചെയ്യണം. ES നമ്മൾ എപ്പോഴാണ് ആഡ് ചെയ്യുക? ഒറ്റ വവല് മാത്രമേ ആ നൗണിനുള്ളെങ്കിൽ നമ്മൾ ES ആഡ് ചെയ്യും. മൾട്ടിപ്പിൾ വവൽ ഉണ്ടെങ്കിൽ, ഒരുപാട് വവൽ ഉണ്ടെങ്കിൽ, കൂടുതൽ വവൽ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ S ആഡ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞു അപ്പോസ്ട്രോഫി എസ് നമുക്ക് യൂസ് ചെയ്യാം പേരുകളുടെ കൂടെ മാത്രം. ദാറ്റ് ഈസ് നെയിം ഓഫ് എ പേഴ്സൺ, കൺട്രി, ആനിമൽ, സിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പേരുകളുടെ കൂടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാന്ന് പറഞ്ഞു? അപ്പോസ്ട്രോഫി എസ് നമുക്ക് ജർമ്മനിൽ യൂസ് ചെയ്യാമെന്നോ നമ്മൾ പറഞ്ഞു. പിന്നെ അപ്പോസ്ട്രോഫി എസ് ഗെനിറ്റീവിൽ നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു. അപ്പോസ്ട്രോഫി എസ് മാത്രമല്ല, ഓഫ് എന്നുള്ള പ്രപ്പോസിഷൻ കൂടെ റിപ്ലേസ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗെനിറ്റീവ് യൂസ് ചെയ്യുന്നത് എന്നുള്ള പറഞ്ഞു. ഓഫ് എന്ന് വെച്ചാൽ ജർമ്മനിലെ ഫോൺ എന്നുള്ള പ്രപ്പോസിഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കിയത് കോമ്പറാറ്റീവ് സൂപ്പർലാറ്റീവ്. നമ്മൾ പറഞ്ഞു ഏതൊരു അഡ്ജക്റ്റീവ് ആയിക്കോട്ടെ, അഡ്ജക്റ്റീവിന് 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണുള്ളത്. പോസിറ്റീവ് ഓർഡർ ഗ്രൂപ്പ് ഫോം, കോമ്പറാറ്റീവ്, പിന്നെ സൂപ്പർലാറ്റീവ്. കോമ്പറാറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 കാര്യങ്ങളെ കമ്പയർ ചെയ്യാനാണ്. ജർമ്മനിലെ ഇംഗ്ലീഷിലെ പോലെ തന്നെ മിക്ക അഡ്ജക്റ്റീവിന്റെയും കോമ്പറാറ്റീവ് ഫോമിന് ജർമ്മനിൽ ER എൻഡിങ് ആണ് വരുന്നത്. ബട്ട് സ്റ്റിൽ അതിന് എക്സെപ്ഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ എക്സെപ്ഷൻ വരുന്നത് മോണോസിലബിക് അഡ്ജക്റ്റീവിലാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇംഗ്ലീഷിലെ പോലെ തന്നെ നമുക്ക് 2 കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ ഒരു ദാൻ എന്നുള്ള ഒരു പ്രപ്പോസിഷൻ ആവശ്യമുണ്ട്. അതിന് നമ്മൾ ജർമ്മനിൽ യൂസ് ചെയ്യുന്നത് ആൾസ് എന്നുള്ള പ്രപ്പോസിഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ 2 കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കമ്പയർ ചെയ്യുന്ന ഫസ്റ്റ് കാര്യത്തിന്റെയും സെക്കൻഡ് കാര്യത്തിന്റെയും കേസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്നുള്ള പറഞ്ഞു. ജർമ്മനിൽ ഒരിക്കലും നമുക്ക് മേർ എന്നുള്ള അല്ലെങ്കിൽ മോർ എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് മോർ ഡേഞ്ചറസ്, മോർ പവർഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോർ സ്റ്റുഡിയസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, കോമ്പറാറ്റീവ് ഫോം ഓഫ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് കോമ്പറാറ്റീവിൽ പഠിച്ചത്. പിന്നെ നമ്മൾ സൂപ്പർലാറ്റീവ് നോക്കി. സൂപ്പർലാറ്റീവ് നമുക്ക് 2 ഫോം ഉണ്ടായിരുന്നു, സൂപ്പർലാറ്റീവ് ഐൻസും സൂപ്പർലാറ്റീവ് സ്വൈം. സൂപ്പർലാറ്റീവ് ഐൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നൗണിന് ശേഷം അഡ്ജക്റ്റീവിന് ശേഷം ഒരു നൗണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർലാറ്റീവ് ഐൻസ് യൂസ് ചെയ്യും. നൗണ് വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, സൂപ്പർലാറ്റീവ് സ്വൈ യൂസ് ചെയ്യും അല്ലെ. അതുകൊണ്ട് തന്നെ സൂപ്പർലാറ്റീവ് ഐൻസിൽ നമ്മൾ അഡ്ജക്റ്റീവിന് ശേഷം നൗൺ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ അഡ്ജക്റ്റീവ് എൻഡിങ്ങും കൂടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആൻഡ് നമ്മൾ ഇങ്ങനെയൊക്കെ സൂപ്പർലാറ്റീവ്സ് വൈ ആൻഡ് ഐൻസിൽ സെന്റൻസ് ബിൽഡ് ചെയ്യാന്നുള്ളത് നോക്കി അവിടെ. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് അഡ്ജക്റ്റീവ്സ്, സൂപ്പർലാറ്റീവ് ഫോം, കോമ്പറാറ്റീവ് ഫോം എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയതാണ് റിഫ്ലെക്സീവ് വേർബൻ. എന്തിനായിരുന്നു നമ്മൾ റിഫ്ലെക്സീവ് വേർബൻ യൂസ് ചെയ്യുന്നത്? What was reflexive verb? Describe things. Reflexive verb ഇയാൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതെ, യുവർസെൽഫ്, നമ്മൾ നമ്മൾ സ്വയം ചെയ്യുന്ന ഒരു ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, റിഫ്ലെക്സീവ് വേർബ്. റിഫ്ലെക്സീവ് വേർബിന് 2 പാർട്ടാണുള്ളത്. റിഫ്ലെക്സീവ് വേർബ് പാർട്ടും ഉണ്ട്, റിഫ്ലെക്സീവ് പ്രോണോമൻ പാർട്ടും ഉണ്ട്. പ്രോണോമൻ പാർട്ട് നമ്മൾ ഡിഷ്, മിഷ്, മിയ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ 2 ഫോമിൽ വരാം, ഡാറ്റീവും ആവാം, അക്യൂസാറ്റീവും ആവാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. Reflexive verb in the position, second position, and reflexive pronoun in the position will be always in third position. Okay. ഇനി നമുക്ക് ഒരു സെന്റൻസിൽ 2 ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന്ന് വാസ്തവയും റോള് വെച്ചിട്ട് റിഫ്ലെക്സീവ് പ്രോണോമൻ ഡാറ്റീവ് ആണോ അക്യൂസാറ്റീവ് ആണോ എന്നുള്ളതെല്ലാം കണ്ടെത്തും. ഇത്ര കാര്യങ്ങളാണ് റിഫ്ലെക്സീവ് പ്രോണോമനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. റിഫ്ലെക്സീവ് വേർബ് ആൻഡ് റിഫ്ലെക്സീവ് പ്രോണോമനിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ബിൽഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു.
ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് യാവുഡൻ ആൻഡ് ഫ്രാഗയുടെ കൂടെയും വേ ഫ്രാഗയുടെ കൂടെയും ബിൽഡ് ചെയ്യാന്നുള്ള പറഞ്ഞു അല്ലെ. അതിൽ നമ്മൾ പറഞ്ഞു വേ ഫ്രാഗയിൽ നമ്മൾ കോമ യൂസ് ചെയ്യും, ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യണം, ചേഞ്ചസ് ചെക്ക് ചെയ്യണം, പിന്നെന്താ വേർബ് ഷുഡ് ബി എന്നും കോൺജുഗേറ്റ് ചെയ്തിട്ട് എവിടെ പോകണം, എൻഡിൽ പോകണം അല്ലെ. ഇത്ര കാര്യങ്ങൾ നമ്മൾ വാസ്വയും സോറി വേ ഫ്രാഗയുടെ കൂടെ ഇൻഡയറക്റ്റ് ഫ്രാഗ ബിൽഡ് ചെയ്യുന്നതിൽ പറഞ്ഞു. യാവുഡൻ ആൻഡ് ഫ്രാഗയുടെ കൂടെ നമ്മൾ ഇൻഡയറക്റ്റ് ഫ്രാഗസാറ്റ്സ് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കണക്ടറിന്റെ ആവശ്യമുണ്ട്. ഏത് കണക്ടർ ആയിരുന്നു? ഓബ് എന്നുള്ള കണക്ടർ നമ്മൾ യൂസ് ചെയ്യും. ഓബ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നേരത്തെ പോലെ തന്നെ വെർബിന്റെ പൊസിഷൻ വിൽ ബി അറ്റ് ദി എൻഡ് ഇൻ കോൺജുഗേറ്റഡ് ഫോം. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇൻഡയറക്റ്റ് ഫ്രാഗസാറ്റ്സിൽ വരുന്നത്. പിന്നെ നോക്കിയത് റിലാറ്റീവ് സാറ്റ്സ് ആണ്. എപ്പോഴാണ് റിലാറ്റീവ് സാറ്റ്സ് ബിൽഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സെന്റൻസിലെ കണക്ടർ ഫസ്റ്റ് സെന്റൻസിലെ ഏതെങ്കിലും നൗണിനെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കണക്ടറിനെ ആർട്ടിക്കിൾ വെച്ചിട്ട് റിപ്ലേസ് ചെയ്യണം അല്ലെ, റിപ്ലേസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിലാറ്റീവ് സാറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ എങ്ങനെയൊക്കെയാ റിലാറ്റീവ് പ്രോണോമൻ ദാറ്റ് ഈസ് ആർട്ടിക്കിൾസ് വരുന്നതെന്നുള്ളത് നമ്മൾ നോക്കി. ഹൂ, ഹൂം, ദാറ്റ്, വിച്ച് എന്നുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ നോമിനാറ്റീവ് ഒക്കസാറ്റീവ് ഡാറ്റീവ് ആർട്ടിക്കിൾസ് വെച്ച് അല്ലെങ്കിൽ റിലാറ്റീവ് പ്രോണോമൻ വെച്ച് റിപ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ ഹൂസ് എന്നുള്ളതിന് നമ്മൾ ഗെനിറ്റീവ് വെച്ചിട്ടും റിപ്ലേസ് ചെയ്യും. ഓക്കെ, ഒരു രീതിയിലാണ് റിലാറ്റീവ് സാറ്റ്സ്. പിന്നെ അത് ഞാൻ ഒരുപാട് എക്സസൈസുകൾ അയച്ചു തന്നായിരുന്നു. പിന്നെ നമ്മൾ പ്രെറ്റേരിറ്റും ഫ്യോർ റീഗൽ മേസിക ആൻഡ് ഉൺറീഗൽ മേസിക വേബൻ നോക്കി. റീഗൽ മേസിക വേബന്റെ സെയിം ചാർട്ട്, ഒരു യൂണിക് പാറ്റേൺ ഓഫ് ചാർട്ട് ആയിരിക്കും ഫോളോ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. ആൻഡ് ആ ചാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ ഒരു എക്സെപ്ഷൻ പറഞ്ഞു. എക്സെപ്ഷൻ എപ്പോഴായിരുന്നു? വേർബ് എൻഡിങ് en റിമൂവ് ചെയ്താൽ ഡി ടി 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 എം എൻ വന്നാൽ നമ്മൾ ഒരു എക്സ്ട്രാ ഇ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ള പറഞ്ഞു. പിന്നെ പ്രെറ്റേരിറ്റും ഫ്യോ ഉൺറീഗൽ മേസിക വേബൻ പറഞ്ഞു. ദാറ്റ് വിൽ ബി, നമ്മൾ പറഞ്ഞു എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും, ബൈ ഹാർട്ട് ചെയ്യാനല്ലാതെ വേറെ വഴിയില്ല. ഇവിടെ വേർബ് എൻഡിങ്ങിൽ മാത്രമല്ല വേർബ് സ്റ്റെമ്മിലും ചേഞ്ചസ് വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയതാണ് കൊഞ്ചുങ്റ്റീവ്സ് വൈ ഫോം ഓഫ് വേർബ്. നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? പൊലൈറ്റ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിക്വസ്റ്റ്, സജഷൻ, അഡ്വൈസസ്, വിഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൊഞ്ചുങ്റ്റീവ്സ് വൈ നമ്മൾ മൊഡാൽ വെർബിന്റെയും ഓക്സിലറി വെർബായ ഹാബൻ, സൈൻ, പേഡൻ ഇതിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. സൈനിന്റെ സോറി സൈനിന്റെ കൊഞ്ചുങ്റ്റീവ്സ് വൈ ഫോം ഇസ് വേരൻ, ഹാബന്റേത് ഹേറ്റൻ, വേഡന്റേത് ബ്യൂട്ടൻ. പിന്നെ നമ്മൾ മൊഡാൽ വെർബിന്റെ കൊഞ്ചുങ്റ്റീവ്സ് വൈ ഫോം നോക്കി. ഡ്യൂർഫിന്റേത് ഡ്യൂഫ്റ്റൻ, ക്വന്റേത് ക്യോൺറ്റൻ, മ്യോവന്റേത് മ്യോഷ്ടൻ, മ്യുസിന്റേത് മ്യുസ്റ്റൻ, സോളന്റേത് സോൾട്ടൻ, വോളന്റേത് വോൾട്ടൻ. പിന്നെ അത് വെച്ച് നമ്മൾ സെന്റൻസ് ബിൽഡ് ചെയ്യുന്നതും ലാസ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത്രയാണ് ഓൾ ടുഗെദർ നമ്മൾ A2 ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. ഓക്കെ, സോ നൗ എവിടെയൊക്കെയാ ഡൗട്ട്സ് ഉള്ളത്, എവിടെ ക്ലിയർ ആവാത്തത്, ഏത് ടോപ്പിക് ആണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞോളൂ. എനിക്ക് ഈ വെൽഷന്റെ ഒന്നുകൂടി പറഞ്ഞു തന്നാൽ കൊള്ളാമെന്നുണ്ട്. വെൽഷ്, ഓക്കെ, 1 second. വെൽഷ് നമ്മൾ വെക്സൽ പ്രപ്പോസിഷന്റെ കൂടെയായിരുന്നു ഡിസ്കസ് ചെയ്തത്. Got it. അത് Yeah.
ഈ ക്ലാസ് എടുക്കുമ്പോൾ അർഷാദ് ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, ഞാൻ ഇടയിൽ ഇറങ്ങിപ്പോയി. ഓക്കെ. വെൽഷർ എന്നുള്ളത് നമുക്കറിയാം വേവ് ഫ്രാഗ വ്യോട്ടർ ആണ്. ഇത് ഒരു ബെസോന്തര വേവ് ഫ്രാഗ വ്യോട്ടർ ആണ്. നമുക്ക് 5 ബെസോന്തര വേവ് ഫ്രാഗ വ്യോട്ടേഴ്സ് ആണുള്ളത്. അതിലൊന്നാണിത്. ദാറ്റ് ഇസ് വെൽഷർ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു നൗൺ ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിനെ നമ്മൾ സിംഗിൾ പൊസിഷൻ ആയിട്ടാണ് കൗണ്ട് ചെയ്യുക. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് വെൽഷയുടെ സ്പെഷ്യാലിറ്റി. വെൽഷയുടെ കൂടെ ഒരു നൗൺ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെൽഷ എന്നുള്ളതിന് നമ്മൾ എന്ത് കൊടുക്കണം? എൻഡിങ് കൊടുക്കണം. ആർട്ടിക്കിൾസ് പോലെ തന്നെ നമ്മൾ ആർട്ടിക്കിൾസിന് എൻഡിങ് കൊടുക്കുന്ന പോലെ തന്നെ. ആൻഡ് ഈ എൻഡിങ് എങ്ങനെയായിരിക്കും? കേസസിനെയും ജെൻഡറിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ദാറ്റ് ഇസ് നോമിനാറ്റീവ്, അക്യൂസാറ്റീവ്, ഡാറ്റീവ് ആൻഡ് ഫെമിനിൻ, നോയ്ത്രം, മസ്കുലിൻ. ഈ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ എൻഡിങ് വരുന്നത്. നമ്മുടെ ആർട്ടിക്കിൾ പോലെ തന്നെ ഇതിന് 12 ഫോം ഓഫ് എൻഡിങ് വരുന്നുണ്ട്. നോമിനാറ്റീവ് മാസ്കുലിനിലേക്ക് വിൽ ബി വെൽഷർ, ഫെമിനിനിൽ വെൽഷർ, നോയ്ത്രമിൽ വെൽഷസ്, പ്ലൂരലിൽ വെൽഷർ. ഇനി അക്യൂസാറ്റീവ് മാസ്കുലിനിൽ നമുക്കറിയാം EN വരും, വെൽഷൻ എന്നാവും. ബാക്കി ജെൻഡറിലൊന്നും അക്യൂസാറ്റീവിൽ ചേഞ്ച് ഇല്ല. ഫെമിനിനിൽ വെൽഷർ, നോയ്ത്രമിൽ വെൽഷസ്, പ്ലൂരലിൽ വെൽഷർ. ഡാറ്റീവ് മാസ്കുലിനിലേക്ക് വിൽ ബി വെൽഷം, വെൽഷം. ഫെമിനിനിൽ വെൽഷർ, നോയ്ത്രമിൽ വെൽഷം, പ്ലൂരലിൽ വെൽഷർ. ഇനി എങ്ങനെയാണ് ഇത് കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു 2 എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ ഇസ് വിച്ച് പെൻ ആർ യു ബൈയിങ് എന്നുള്ളതാണ്. ഈ സെന്റൻസിൽ നോമിനാറ്റീവ് ആരാണ്? പെന്നല്ലേ? Which pen are you buying? Who is doing the action? You. You. So you ആയിരിക്കും അവിടുത്തെ നോമിനാറ്റീവ്. ഇനി നമ്മൾ നോക്കേണ്ടത് വിച്ച് പെൻ എന്നുള്ളതിന്റെ കേസ് ആണ്. വിച്ച് പെൻ എന്നുള്ളത് എന്താ കേസ്? നോമിനാറ്റീവ്. യു എന്നുള്ളത് ഓൾറെഡി നോമിനാറ്റീവ് ആണ്. വിച്ച് പെൻ എന്നുള്ളത് എന്തായിരിക്കും? ടു ബൈ. കൗഫൻ എന്നുള്ളത് ഡാറ്റീവ് വേർബ് ആണോ? ആണോ? അല്ല. അല്ല. അതുകൊണ്ട് തന്നെ വിച്ച് പെൻ എന്നുള്ളത് എന്തായിട്ട് മാറും? അക്യൂസേറ്റീവ് ആയി മാറും. അക്വസാറ്റീവ് ആയിട്ട് മാറും. പെന്നിന് ദേർ കൂലി എന്നാണ് പറയുന്നത്. മാസ്കുലിൻ ആണ്. അക്വസാറ്റീവ് മാസ്കുലിൻ എങ്ങനെയാ പറയാ നമ്മള്? വിച്ച് എന്നുള്ളത് വെൽഷൻ. വെൽഷൻ എന്ന് പറയും. സോ ഇറ്റ് വിൽ ബി വെൽഷൻ കൂലി കൗഫ്സ് ദു. വെൽഷൻ കൂലി കൗഫ്സ് ദു എന്ന് വരും. നെക്സ്റ്റ് വൺ ഇസ് വിച്ച് ഡ്രസ് ഇസ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. ഈ സെന്റൻസിൽ വിച്ച് ഡ്രസ് എന്നുള്ളത് നോമിനാറ്റീവ് ആണോ അക്വസാറ്റീവ് ആണോ? നോമിനാറ്റീവ്. നോമിനാറ്റീവ് ആണ്. ഡ്രസ്സിന് നമ്മൾ ദാസ് ക്ലൈഡ് എന്ന് പറയും. നോയ്ത്രമാണ്. നോമിനാറ്റീവ് നോയ്ത്രം എങ്ങനെയാ വെച്ച് വരിക? വെൽഷ്യസ്. വെൽഷ്യസ് ക്ലൈഡ് ഇസ് ഷൂൺ എന്ന് വരും. വെൽഷ്യസ് ക്ലൈഡ് ഇസ് ഷൂൺ. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. വിച്ച് ബാഗ് ഇസ് യോഴ്സ് അല്ലെങ്കിൽ വിച്ച് ബാഗ് ബിലോങ്സ് ടു യു എന്നുള്ള രീതിയിൽ നമുക്കത് പറയാം. ഇവിടെ ടു ബിലോങ് ടു എന്നുള്ളതിന് ഗഹ്യോറൻ എന്നുള്ള വേർബ് യൂസ് ചെയ്യുന്നു. ആൻഡ് ബാഗിന് നിറ്റാഷ എന്നും പറയുന്നു. ഇവിടെ ഈ സെന്റൻസിൽ ഗഹ്യോറൻ എന്ത് വേർബാണ്? ഡാറ്റീവ് ആണ്. അതുകൊണ്ട് യോസ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഡാറ്റീവായി മാറും. വിച്ച് ബാഗ് എന്നുള്ളതായിരിക്കും ഈ സെന്റൻസിൽ എന്ത്? നോമിനാറ്റീവ്. നോമിനാറ്റീവ്. നമ്മൾ ആദ്യം നോമിനാറ്റീവ് ഫെമിനിനിൽ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. വെൽഷർ എന്ന് വരും. സോ ഇറ്റ് വിൽ ബി വെൽഷർ ടാഷർ ഗഹ്യോട്ട് ദിയാർ. വെൽഷർ ടാഷർ ഗഹ്യോട്ട് ദിയാർ എന്ന് വരും. ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ജസ്റ്റ് ലൈക്ക് ആർട്ടിക്കിൾ പോലെ തന്നെ നിങ്ങൾ നൗണിന്റെ കേസ് ചെക്ക് ചെയ്യുക, അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ. ഇനി വേറെ ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇന്ന് മേജർ ആയിട്ട് ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചത്. നാളെ നമുക്ക് എക്സാം പാറ്റേൺ ഡിസ്കസ് ചെയ്യാം. ആൻഡ് നാളെ തന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഗുരുത്തെ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. 2 സെഷനിൽ നമുക്കത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സാറ്റർഡേ എനിവേ നിങ്ങളുടെ ഷ്രൈബൻ എക്സാം ആയിരിക്കും. ഓക്കെ, സാറ്റർഡേ, കമ്മിങ് സാറ്റർഡേ. സോ അതിന് മുമ്പ് തന്നെ A2 ഷ്രൈബൻ എക്സാം. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യാൻ നന്നായിട്ട്. സാറ്റർഡേ ഫിക്സ്ഡ് ആണത്. പ്രഷൻ യൂറിൻ എല്ലാം ഞാൻ പറയാം. മേ ബി മൺഡേ ആയിരിക്കും, അല്ലെങ്കിൽ മേ ബി അതിന് മുന്നേ ആയിരിക്കും.
ഓക്കെ, അതിന്റെ മോഡലൊക്കെ നാളെ ഡിസ്കസ് ചെയ്യൂ. ഞാൻ നാളെ പറഞ്ഞുതരാം. ഓക്കെ ഇവിടെ നടത്തുന്ന എക്സാം വിൽ ബി, നമ്മൾ ഇതുവരെ ഒരുപാട് എക്സാം നടത്തിയിട്ടുണ്ടല്ലോ, ആ ഒരു മോഡൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഗ്രാമറിൽ ഓക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കും. ഗ്രാമർ ഓക്കെ വിൽ ബി സ്ട്രൈബോ അങ്ങനെയൊക്കെ. ഓക്കെ സോ ഇതുവരെ കഴിഞ്ഞ ടോപ്പിക് എല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്യും. ഓക്കെ. പിന്നെ വേറെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇല്ല ഇല്ല എങ്ങനെയാണെന്നൂടെ ഓക്കെ, ഇങ്ങനെയാണ്. ബാക്കി കാര്യം നമുക്ക് ലാസ്റ്റ് നാളെ ക്ലാസ് ഡിസ്കസ് ചെയ്യാം. എന്തായിരുന്നു? അല്ല, ലാസ്റ്റ് ക്ലാസ് അന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ ഞായറാഴ്ച? യാ, ഞായറാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, അന്ന് ചെറിയ തിരക്ക് പെട്ടുപോയി. ഇയാൾ ആ ക്ലാസ് കണ്ടിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല അന്നാണ് ഈ കൊഞ്ചുംറ്റീസ് വൈ എടുത്തതെന്ന് തോന്നുന്നു. അതിന് ഇയാളില്ലായിരുന്നല്ലോ. ഇല്ല ഇല്ല. ആ ഓക്കെ, അതൊന്ന് കേട്ടിട്ട് പറയാട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡോ. ഓക്കെ ഓക്കെ, then choose.